നമസ്കാരം. പറയാം നേടാം പണം നേടാം ദ കംപ്ലീറ്റ് ഫാമിലി എന്റർടൈൻമെന്റ് ഗെയിം ഷോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇലഞ്ഞിപ്പൂമണമൊഴുകി വരുന്നു, ഇന്ദ്രിയങ്ങളിലതു പടരുന്നു. പകൽ കിനാവിൻ പനിനീർമഴയിൽ പണ്ടു നിൻമുഖം പകർന്ന ഗന്ധം. ഇലഞ്ഞിപ്പൂമണമൊഴുകി വരുന്നു, ഇന്ദ്രിയങ്ങളിലതു പടരുന്നു. പകൽ കിനാവിൻ പനിനീർമഴയിൽ പണ്ടു നിൻമുഖം പകർന്ന ഗന്ധം. ഇലഞ്ഞിപ്പൂമണമൊഴുകി വരുന്നു. ഇന്നത്തെ അതിഥി നാടൻ പാട്ടിലൂടെ പ്രശസ്തനായി, പിന്നീട് കലാഭവൻ മണിയുടെ ശബ്ദ അനുകരണത്തിലൂടെ കൂടുതൽ പ്രശസ്തനായ ശ്രീ രഞ്ജു ചാലക്കുടിയെ ഏറെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. രഞ്ജു. കാരണം ചാലക്കുടിയാണ് സ്ഥലം. അതെ. ഈ മണിയുടെ ഒരുപാട് രൂപ സാദൃശ്യമുണ്ട്. സംസാരം അങ്ങനെയാണോ? ചാലക്കുടി സ്ലാങ് ഒരുവിധപ്പെട്ട എല്ലാ മലയാളികൾക്കും ഒരു മറക്കാത്ത ഒരു ഭാഷയാക്കി കൊണ്ടുവന്നത് മണിച്ചേട്ടനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സംസാര ശൈലി കേട്ടിരിക്കാൻ വളരെ രസമുള്ള ഒരു ശൈലിയാണ്. അത് അദ്ദേഹത്തിൻ്റെ വോയിസുകൾ ചെയ്യുമ്പോൾ ഞാൻ മാക്സിമം കൊണ്ടുവരാറുണ്ട്. എന്തായാലും ജീവിതത്തിൽ എങ്ങനെ അറിയാതെങ്കിലും വരുന്നുണ്ടോ? ഇഷ്ടമുള്ള ആൾക്കാരെ നമ്മൾ ജീവിതത്തിൽ അറിയാതെ എന്തായാലും വരുന്ന ഒരു കാര്യമാണ്. അറിയാതെ വന്നു പോകുന്നത് അത്രയും ഇഷ്ടം നമുക്ക് മനസ്സിൽ ഇഷ്ടം വരുമ്പോൾ അറിയാതെ വന്നു പോകും. മണിയുടെ കുറച്ച് ഓർമ്മകൾ നമുക്ക് പങ്കുവയ്ക്കാം, മണിയുടെ കുറച്ച് ശബ്ദങ്ങൾ നമുക്ക് കേൾക്കാം, കുറച്ച് നാടൻ പാട്ടുകൾ കേൾക്കാം. ഞാൻ അറിഞ്ഞത് താങ്കൾ ഒരു നല്ല പാട്ടുകാരനാണ്. അതിനേക്കാളും വലിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ MG സാറിൻ്റെ കൂടെ, MG സാറിൻ്റെ തൊട്ടടുത്ത് ഇങ്ങനെ നിൽക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ അത് എൻ്റെ ജീവിതത്തിൽ ഒരു ഗായകനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇങ്ങനെ കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കലാകാരനാണ് ഞാൻ. അങ്ങനെ കിട്ടിയപ്പോൾ അത് ഒരുപാട് അത് എന്ത് പറയണം എന്നൊന്നും നമുക്ക് കൂടുതൽ സന്തോഷം കേട്ടോ. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് ഒരുപാട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഓക്കെ. രഞ്ജു ഒരു മിമിക്രി ആർട്ടിസ്റ്റ് അല്ല, പാട്ടുകാരനാണ്. അപ്പം നമ്മളൊരു പാട്ടുകാരൻ എൻ്റെ മുമ്പിൽ ഇരിക്കുമ്പം തീർച്ചയായിട്ടും ഒരു നാടൻ ശീലിലുള്ള പാട്ടോടുകൂടി തന്നെ നമുക്ക് തുടങ്ങിയാലോ? പിന്നെ എന്താ? ഓക്കെ. ആദി പറഞ്ഞ മുത്തപ്പന്മാരെ ഭൂലോം പിറന്ന മുത്തിമാരെ, ഞങ്ങൾക്കറിവുമില്ലേ തിരിവുമില്ലേ, ഞങ്ങൾക്കറിവുമില്ലേ തിരിവുമില്ലേ. 4 കോടി 42 ഈശ്വരന്മാർ വന്നു തുണയായി വന്നിരിക്കണം എൻ്റെ അപ്പനപ്പൂപ്പന്മാരെ. 4 കോടി 42 ഈശ്വരന്മാരെ തുണയായി വന്നിരിക്കണം എൻ്റെ അപ്പനപ്പൂപ്പന്മാരെ. നാക്കിലല തണ്ടാന്റെ കല്ല് കൈക്കൊത്ത കർമ്മം അറിവില്ല തിരുവില്ല പൈതങ്ങൾ എൻ്റെ അപ്പനപ്പൂപ്പന്മാരെ. നാക്കിലല തണ്ടാന്റെ കല്ല് കൈക്കൊത്ത കർമ്മം അറിവില്ല തിരുവില്ല പൈതങ്ങൾ എൻ്റെ അപ്പനപ്പൂപ്പന്മാരെ. സൂപ്പർ. ശരിക്കും ഒരു ദൈവീകമായിട്ടുള്ള ഒരു ഫീൽ ഇവിടെ രഞ്ജുവിന് കൊണ്ടുവരാൻ സാധിച്ചു. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? പിന്നെന്താ, കേറി വാടാ മക്കളെ. ഇന്നത്തെ ചോദ്യങ്ങൾ മുഴുവൻ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കുടുംബം എന്ന ചിത്രത്തിൽ നിന്നാണ്. അദ്ദേഹത്തിനെ കണ്ടപ്പോൾ തന്നെ ഒരു സന്തോഷമല്ലേ? സന്തോഷം എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ഒരു വിഷമമാണ് നമുക്ക്. മണിച്ചേട്ടനെ കുറിച്ച് ഓർക്കുമ്പോൾ എപ്പോഴും സന്തോഷമാണ് ഉണ്ടാവാറുള്ളത്. നിങ്ങൾ മണിച്ചേട്ടനുമായിട്ട് ഒരുപാട് അസോസിയേറ്റ് വ്യക്തിയാണോ അതോ? മണിച്ചേട്ടൻ്റെ കൂടെ ഷോസ് ചെയ്തിട്ടുണ്ട്.
മനുഷ്യനോട് ഷോസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ നമുക്ക് തമ്മിൽ രൂപ സാദൃശ്യമുണ്ട്? അല്ല, ഞാൻ എൻ്റെ ബിഗിനിങ്ങിൽ ഇങ്ങനത്തെ ഒരു കോലല്ലായിരുന്നു. മണിച്ചേട്ടൻ്റെ കോമഡികളിൽ പറയുന്ന പോലെ ഹിന്ദി അക്ഷരമാല പോലത്തെ ഒരു രൂപമായിരുന്നുണ്ട്. അതായത് ഹാങ്കറിൽ തൂങ്ങിയെടുക്കുന്ന പോലെ അവസ്ഥ. നമ്മളത്ര മെലിഞ്ഞിരിക്കുന്ന ഒരാളായിരുന്നു. അന്നൊന്നും രൂപസാദൃശ്യം എന്ന് പറയാനായിട്ട് ഉണ്ടായിരുന്നില്ല. പക്ഷെ പാട്ട് പാടുവാൻ, പാട്ട് എൻ്റെ ജീവനാണ്. നമുക്ക് പാട്ട് എന്ന് പറഞ്ഞാലോ വല്ലാത്തൊരു മനസ്സിലായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ പാട്ട് പാടാനും അതുപോലെ തന്നെ അദ്ദേഹം ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കാനും സാധിച്ചിട്ടുണ്ട്. നല്ല രുചിയേറിയ. എന്തായാലും അതിലോട്ട് വരാം. കുറേ കാര്യങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാനുണ്ട്. കാരണം ഏറ്റവും അടുത്ത് ഇടപഴകിയ ഒരു വ്യക്തിയാണ് താങ്കൾ. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു വീഡിയോ. മേഡം, ഇതുവരെ ഇല്ലാത്ത ഓരോ നിയമങ്ങൾ കൊണ്ടു ഞങ്ങൾ വളഞ്ഞു പോട്ടാ. എനിക്കാണ് ഈ ഹെർണിയുടെ അസുഖങ്ങളിൽ ഒരാഴ്ചയായിട്ട് മൂത്രം പോയിട്ടില്ല. പെട്ടെന്ന് ഇങ്ങനെ സ്കാൻ ചെയ്യണം, മലമൂത്രമൊക്കെ പരിശോധിക്കുന്നത് ഞങ്ങൾ എന്ത് ചെയ്യണം അല്ലേ? ആര് പറഞ്ഞു? ഞാനാണ് പറഞ്ഞത്. അതെ, മിന്നും മനസ്സിൽ തീരുമാനിക്കുമ്പോൾ നിങ്ങൾ ചെല്ല്. പെട്ടെന്ന് പോകാം. ദേവി സ്കാൻ സെന്ററിൽ ചെന്ന് ടെസ്റ്റ് ചെയ്താൽ മതി. എല്ലാരും പോണമെന്നില്ല. എല്ലാവരുടെ മൂത്രം കൂടെ ഒരു കുപ്പിക്കകത്ത് ഒഴിച്ചു വാങ്ങിച്ചിട്ട് നീ കൊണ്ടുപോയാൽ മതി. അല്ലേ ഇങ്ങനെ ആഴ്ചന്റെ ഇൻക്രിമെന്റ് കട്ട് ചെയ്യൂന്ന് പറഞ്ഞപ്പോ സത്യം എല്ലാരും പേടിച്ചു പോയി. ചോദ്യം: മിന്നു മനസ്സിൽ കാണുമ്പോൾ മഞ്ജുളൻ എവിടെ കാണുമെന്നാണ് പറയുന്നത്? എ മദ്രാസിൽ, ബി മദിരാശിയിൽ, സി മൈസൂറിൽ. മദ്രാസിൽ ആണെന്ന് തോന്നുന്നു അല്ലേ? തോന്നുന്നു. നോക്കാം. എ മദ്രാസിൽ ഞാൻ എടുത്തു വെച്ച് പൂട്ടുന്നു. അവിടെ ഇരിക്കട്ടെ. അപ്പം നേരത്തെ പറഞ്ഞ പോയിന്റിലോട്ട് ഞാൻ വരികയാണ്. മണിയുടെ ഭക്ഷണം അതെന്താണ്? നല്ല ഒന്നാന്തരം മാങ്ങാക്കറി. മാങ്ങാക്കറി. അതെങ്ങനെയാണ് അത്? ഈ മാങ്ങാക്കറി എന്ന് വെച്ച് കഴിഞ്ഞാൽ മാങ്ങാക്കറി പുളിശ്ശേരിയാണോ അതോ? പുളിശ്ശേരി അല്ല, റിക്കങ്ങാമ എന്ന് പറയും. അത് തിരിച്ചിട്ടാ മാങ്ങാക്കറി. ശരി. അദ്ദേഹം അവിടെ ഒരു ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ട് പങ്കെടുത്തതാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം അവിടെ. അത് പറഞ്ഞ ആ ഡയലോഗും എനിക്ക് ഓർമ്മയുണ്ട്. സാധാരണ ഓണത്തിന് എല്ലാവരും ആർപ്പ് വിളിക്കും, ആർപ്പ് എന്ന് പറയും. പക്ഷെ അന്ന് വിളിച്ചത് ആർപ്പ് പോയത് വാർപ്പിനായിരുന്നു. കാരണം ഈ കറി മൊത്തം ഇതിനകത്തേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കി വെച്ച് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കാണ്. അപ്പൊ മണിച്ചേട്ടൻ അവിടെ നിന്നിട്ട് പറയാണ്, ആർപ്പ് സ്പോട്ടില് അങ്ങനെ വാർപ്പെടുത്ത് അടുപ്പത്ത് വെച്ച് അതെല്ലാം കഴിഞ്ഞ് മാങ്ങക്കറി ഉണ്ടാക്കുന്ന അദ്ദേഹത്തിൻ്റെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ കൈകൊണ്ട് പിഴിഞ്ഞ് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് നാളികേരം പാലും ഒക്കെ കൂടി ചേർത്ത് കടുകൊക്കെ പൊട്ടിച്ച് താളിച്ച് അതിൻ്റെ മണം കേൾക്കുമ്പോൾ തന്നെ അതെ ഇപ്പൊ വായിൽ പറഞ്ഞു നിൽക്കുമ്പോൾ എനിക്ക് അത് ടേസ്റ്റ് തോന്നുന്നതാണ്. അങ്ങനെ ആ ഭക്ഷണം കഴിക്കാൻ സാധിച്ചു. ആ കറി പോലെ തന്നെ അതേ പുണ്യം തന്നെ മനസ്സിനുണ്ടെന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ കൂടെ പാട്ട് പാടാൻ സാധിച്ചു. അതൊരിക്കലും മറക്കാൻ പറ്റാത്ത എനിക്ക് തോന്നുന്നു ചാലക്കുടിയിലുള്ള ഭൂരിഭാഗം, അതായത് ഒരു 99% ആൾക്കാരും മണിയുടെ ആരാധകരും എന്താണ് മണിയുടെ കൂടെ ഒപ്പം നടന്ന വ്യക്തികളാണ് എന്നാണ് എൻ്റെ വിശ്വാസം. എനിക്കറിയാവുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മണിച്ചേട്ടൻ്റെ കൂടെ പരിപാടിക്ക് പോയിട്ടുള്ളത് വളരെ ചുരുക്കം പരിപാടികളേ ഉള്ളൂ. പക്ഷെ ഒന്നും മറക്കാനാവാത്ത പരിപാടികളാണ് കൂടുതലും പോയിട്ടുള്ളത്. ആ പരിപാടിയിലൊക്കെയും മണിച്ചേട്ടൻ ചാലക്കുടിയെ പറ്റി അല്ലെങ്കിൽ ചാലക്കുടി എന്ന നാടിനെ പറ്റി നെഞ്ചോട് ചേർത്ത് വെച്ച ഒരു കലാകാരൻ കൂടിയാണ്. എനിക്ക് തോന്നുന്നില്ല സ്വന്തം നാടിനെ ഇത്രയധികം ചേർത്ത് വെച്ച മറ്റൊരു കലാകാരൻ ഉണ്ടോയെന്ന് വെച്ചിട്ടുണ്ടായിരിക്കാം. മാത്രമല്ല അവിടുത്തെ ഒരുപാട് പേർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതെ, സാമ്പത്തികമായിട്ടും അല്ലാതെ. അല്ലേ? പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് ക്യൂ ആണ് രാവിലെ തന്നെ അവിടെ വീടിന്റെ ഫ്രണ്ടിൽ വരിവരിയായി നിന്ന് ആയിട്ടുള്ള ക്യൂ ആണ്. ആള് എല്ലാവരോടും വളരെയധികം സൗഹൃദപരമായി സംസാരിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് ആൾക്ക് പറ്റാവുന്ന സഹായങ്ങളൊക്കെ അദ്ദേഹം വിഷമങ്ങളൊക്കെ കേട്ടുകൊണ്ട് ചിലവരുണ്ടാവും, ചിലവർ വന്ന് കയറുന്ന ഒരു പറ്റിക്കൽസ് ഉണ്ടാവും ചിലപ്പോൾ ഇതിൻ്റെ ഇടയിൽ. അങ്ങനെ പറ്റിച്ചും പോയിട്ടുണ്ട് അദ്ദേഹത്തെ. എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. സുഹൃത്ത് എന്ന് പറയുന്നതിനെക്കാട്ടിൽ അതിനു മുമ്പ് ഞാൻ ആ ചാലക്കുടി ഏരിയയിൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഗാനമേളയ്ക്ക് പോയി. ഈ ഗാനമേളയ്ക്ക് പോയപ്പോഴത്തേക്ക് അവിടുത്തെ ഭാരവാഹികളെല്ലാം പറഞ്ഞു, ഞങ്ങളുടെ ഇവിടെ ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ഉണ്ട്, അദ്ദേഹം നാടൻ പാട്ടും പാടും, അത് MG ഒരു 10 മിനിറ്റ് പുള്ളി കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് എനിക്കൊരു സംശയം. കാരണം ഈ അമച്വറിഷ് ആയിട്ടുള്ള ആരെങ്കിലും വ്യക്തികൾ വന്നു കഴിഞ്ഞാൽ
നമ്മൾ ഒരുവിധം ഓളത്തിൽ കൊണ്ടുവന്ന ഗാനമേള. അപ്പോൾ അതിനിടെ വന്ന് കയറിക്കഴിഞ്ഞാൽ പ്രശ്നമാകുമോ എന്നുള്ളൊരു സംശയം അവരുടെ അടുത്ത് പറഞ്ഞു യാതൊരു പ്രശ്നം വേണ്ട, പുള്ളി ഇവിടെ നടത്തിയേ പറ്റൂന്ന്. അതായത് ചാലക്കുടിയാണ് സ്ഥലം, അതിൻ്റെ അപ്പുറത്തങ്ങാണ്ടാണ്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് പുള്ളിയുടെ തുടക്കകാലം. അങ്ങനെ മണി വന്ന് എന്നെ നമസ്കാരം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പാട്ട് പാടി കഴിഞ്ഞ് ഒഴിഞ്ഞു കൊടുത്തു വേദി. പക്ഷെ ഞങ്ങളെല്ലാവരും ഉണ്ട് അവിടെ. പുള്ളി ഒരു 10-20 മിനിറ്റ് ഒരു അലക്കലക്കി. സത്യം പറഞ്ഞാൽ തൃശ്ശൂർ പൂരം വരെ ഒരു വലിയൊരു വെടിക്കെട്ട് പോലത്തെ ഒരു സംഭവം. ഞാൻ ഞെട്ടിപ്പോയി. അന്ന് എൻ്റെ മനസ്സിൽ ഞാനൊരു രൂപം സൃഷ്ടിച്ചു, വേറൊന്നുമല്ല, ഇദ്ദേഹം വലിയൊരു കലാകാരനാവും. അതുപോലെ തന്നെ അങ്ങനെയാണ് ഞങ്ങളുടെ ബന്ധം തുടങ്ങുന്നത്. അതിനുശേഷം പിന്നെ വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും ഞങ്ങൾ ഒരുമിച്ചാണ് നാഷണൽ അവാർഡ് വാങ്ങിക്കാൻ പോകുന്നത്. അങ്ങനെ ഒത്തിരി ബന്ധങ്ങളുണ്ട്. പക്ഷേ ഈ പ്രോഗ്രാമിന് ഒരുമിച്ച് പോയിട്ടുള്ള ബന്ധങ്ങളൊന്നുമില്ല. അതിൽ കൂടുതൽ അടുപ്പം നിങ്ങൾക്കായിരിക്കും. അല്ല, പ്രോഗ്രാമിന് ഒരുമിച്ച് പോകുന്നതിനേക്കാൾ ഉപരി ചാലക്കുടിയിൽ തന്നെ അദ്ദേഹം രാവിലെ ജോഗിങ്ങിന് പോകുന്ന സമയങ്ങളിൽ, പിന്നെ അതുപോലെ തന്നെ ചാലക്കുടിയിലെ എന്ത് പരിപാടിയാണെങ്കിലും, ഇപ്പം ചാലക്കുടിക്ക് അടുത്ത് കൂടപ്പുഴ അവിടുത്തെ അയ്യപ്പൻ വിളക്ക് മഹോത്സവമായാലും അല്ലെങ്കിൽ ചാലക്കുടി പള്ളിപ്പെരുന്നാളായാലും അതുപോലെ തന്നെ ചാലക്കുടിയുമായി എന്ത് വിശേഷം പ്രോഗ്രാം ഉണ്ടായാലും മണിച്ചേട്ടൻ അവിടെ അതിൻ്റെ മുമ്പിൽ ഒരു തലയെടുപ്പുള്ളൊരു ഒരാളെ പോലെ എപ്പോഴും ഉണ്ടാവാറുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഒരുവിധപ്പെട്ട എല്ലാ സിനിമാ നടന്മാരും ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുമാറി വേറെ സ്ഥലത്തേക്കൊക്കെ ചേക്കേറുന്നു. അങ്ങനെ പലരും കണ്ടിട്ടുണ്ട്. ഇദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടുകാരെ അത്രയധികം ലൈഫിൽ കൂട്ടുകാർക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് കൊടുത്തിരുന്ന ഒരാളായിരുന്നു കൂട്ടുകാർക്ക്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചാലക്കുടിയിൽ മുമ്പിൽ നിന്നുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാനും ഒരു മടിയും കൂടാത്ത ഒരാളായിരുന്നു. എൻ്റെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണിച്ചേട്ടൻ്റെ കൂടെയുള്ള വിയൂർ സെൻട്രൽ ജയിൽ അന്തേവാസികൾക്കായിട്ട് ഒരു പ്രോഗ്രാം ഒരുക്കി. അവിടെ ചെന്ന് മണിച്ചേട്ടൻ്റെ കൂടെ ഞാൻ മാത്രമല്ല, ഞാനന്ന് പാട്ട് പാടാൻ വേണ്ടി പോയതാണ്. അന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം മണിച്ചേട്ടൻ്റെ അതേപോലെ ഇരിക്കുന്ന ഒരു വേറെ 5-6 ആൾക്കാർ. അന്നാണ് എനിക്ക് മനസ്സിലായത് ഇത്രയും ആൾക്കാർ മണിച്ചേട്ടൻ്റെ ഇത് ചെയ്യുന്ന ഫിഗർ ചെയ്യുന്ന ആൾക്കാർ. പക്ഷെ അന്ന് ഞാൻ രൂപസാദൃശ്യമില്ല. പക്ഷേ എനിക്ക് ഭയങ്കര കുശുമ്പ് തോന്നി ഒരിടത്ത് ഇവർ പായന്മാർ ഇത് രൂപം വെച്ചിട്ട് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് പാട്ട് മാത്രമല്ലേ ഉള്ളൂ. അസൂയായിരുന്നു. അങ്ങനെ മണിച്ചേട്ടനെ പോലെ ആവാ എന്ന് പറയുന്ന ആർക്കും സാധ്യമായിട്ടുള്ള കാര്യമില്ല. ഒരാളെ പോലെ ഒരാളേ ഉള്ളൂ. ഉപ്പോളം വരില്ല ഉപ്പിലിട്ട് എന്ന് പറയും പഴമക്കാർ. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പാട്ടുകാരനാവാനായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. സോ മദ്രാസിൽ ഉത്തരം നൽകിയല്ലേ? ശരിയാണോ? ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. 2000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. അതാണല്ലോ അതിന്റെ ഒരു ഇത്. കേറിവാട മക്കളയിൽ രണ്ടാമത്തെ ചോദ്യം. സിനിമയിൽ ആന്റണി വാങ്ങിയ ആനയുടെ പേര് എന്താണ്? എ കുട്ടപ്പൻ, ബി കുഞ്ഞുട്ടൻ, സി കുഞ്ഞിരാമൻ. ആയിരിക്കാനാണ് അല്ലേ? അങ്ങനെ തോന്നുന്നു. രഞ്ജുവിന് തോന്നിയാൽ ശരിയായിരിക്കും. ഈ കുഞ്ഞുട്ടൻ ഞാൻ എടുത്തു വെച്ച് പൂട്ടി. ഈ കലാരംഗത്തേക്ക് എങ്ങനെയാണ് ഒരു എൻട്രി വന്നത്, ഒരു പ്രവേശനം വന്നത് എങ്ങനെയാണ്? അച്ഛൻ്റെ ഒരു കഴിവാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അച്ഛൻ നന്നായിട്ട് പാട്ട് പാടും. സംഗീതം പഠിക്കാൻ പോയിട്ടില്ല. അച്ഛൻ വീട്ടിലിരുന്ന് സ്വർണ്ണപ്പണി, എൻ്റെ അച്ഛന് സ്വർണ്ണപ്പണിയാണ്. അപ്പം ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ മോദനം രാവിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം അവിടെ നിന്നിട്ട് പാട്ട് പാടും. അത് കേൾക്കും. വീട്ടിൽ ടേപ്പ് റെക്കോർഡ്, അന്ന് മറ്റേ റീല് ചുറ്റി പിടിക്കുന്ന ടേപ്പ് റെക്കോർഡുണ്ട്. ഓണത്തിന് ഇറങ്ങുന്ന എല്ലാ കാസറ്റുകളും വാങ്ങും. ഒരു പണ്ടത്തെ ഒരു അലമാരുണ്ട്, അതിനകത്ത് അദ്ദേഹത്തിൻ്റെ ഒരു കളക്ഷൻ തന്നെ ഉണ്ട് ഇപ്പോഴും. ഇപ്പം ഒന്നും പ്ലേ ആവുന്നില്ല. അത് അദ്ദേഹത്തിൻ്റെ ആ അത്രയും അതെ ഒരു നൊസ്റ്റാൾജിയ പോലെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് ഇപ്പോഴും. പക്ഷെ എൻ്റെ ഒരു ടേസ്റ്റ്, എനിക്ക് സിനിമാ ഗാനങ്ങൾ ഇഷ്ടമാണ്. വളരെ ചെറുപ്പം മുതൽ കേൾക്കുന്നുണ്ട്. എല്ലാ പാട്ടുകളും ഇഷ്ടമാണ്. ആ ചെറുപ്പത്തിൽ നമുക്ക് ചില ആളുകളുടെ ശബ്ദങ്ങൾ ഇഷ്ടപ്പെടുമല്ലോ. ആ ഇഷ്ടപ്പെട്ട ശബ്ദങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ശബ്ദം എന്താണെന്നറിയില്ല, നാച്ചുറൽ ആയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നാടൻ പാട്ടിൻ്റെ ഒരു ശൈലിയുടെ ഒരു സുഖം കൊണ്ടായിരിക്കാം, ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റൈലായിരിക്കാം. മണിച്ചേട്ടൻ്റെ ശബ്ദം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇതാരാ പാടിയത് എന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ആരാ പാടിയത്, അപ്പോൾ ഇങ്ങനെ കലാപവും മണിച്ചേട്ടൻ മണി എന്നൊക്കെ പറയും. എന്നാൽ ഞാൻ ചെറുതാണ്. ആദ്യമായിട്ട് മണിച്ചേട്ടൻ്റെ കാസറ്റ് ഓണത്തിന് ഇടി ഉണ്ടാക്കി ഞങ്ങൾ കൂട്ടുകാരന്മാർ പോയി മേടിക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അത് അത്ര തിരക്കായി കാസറ്റ് വാങ്ങാനായിട്ട്. ആ കാസറ്റിൻ്റെ പേര് അന്നത്തെ തൂശിമക്കൂന്താരോ എന്ന് പറഞ്ഞിട്ട് ഒരു കാസറ്റാണ്. ഓർമ്മയുണ്ട് അതിലൊരു പാട്ട്. പിന്നെ അത് അദ്ദേഹം പാടുന്നതിന് പ്രത്യേക സ്റ്റൈലുണ്ട്. അത് ഭയങ്കര രസാ.
തെക്കോട്ട് പോയപ്പോ മാവൊന്ന് കണ്ടേ തുരിമ കൂണ്ടാല. അപ്പൊ അപ്പുറത്തെ സൈഡിൽ നിന്ന് ആ കൊമ്പ് ഈ കൊമ്പ് ചാടിക്കുലുക്കി തുസിമ കൂന്താര. പൂളുമ്പ ചോപ്പുള്ള മാങ്ങ എനിക്കിട്ട് വേണ്ടാടി. ആ പാട്ട് അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ചിട്ടുള്ള കഥാപ്രസംഗം ഇതെല്ലാം കേട്ട് ഒരു ചെറുപ്പം മുതലേ തന്നെ നമ്മൾ ഒരു ആരാധകനായി, ഞാനൊരു ആരാധകനായി മാറി. അങ്ങനെ എനിക്കൊരു പാട്ടുകാരനാവണമെന്ന് ആഗ്രഹം തോന്നി. ഇതെങ്ങനെ എവിടെ ചെന്ന് മുട്ട് ആരോട് പറയും, എനിക്കൊരു എൻ്റെ ഒരു പരിപാടിക്ക് കൊണ്ടുപോകണം അല്ലെങ്കിൽ ആരോട് പറയണം എന്നറിയാതിരിക്കുന്ന സമയത്താണ് ചാലക്കുടിയിൽ ദൈവത്തിൻ്റെ സ്ഥാനത്ത് ഞാൻ കാണുന്ന ഒരാളുണ്ട്. എനിക്ക് അവസരങ്ങൾ ആദ്യമായിട്ട് വാങ്ങിച്ചു തന്ന പ്രസീത ചാലക്കുടി. പ്രസീത ചേച്ചീനെ ഒരു ഫാനായിരുന്നു ഞാൻ. അതല്ലേ, ചേച്ചി എന്നെ ചാലക്കുടിയിൽ ഏതോ ഒരു റിയാലിറ്റി ഷോയുടെ ഭാഗമായിട്ട് ഷൂട്ടിംഗ് മണിച്ചേട്ടനും ചേച്ചിയൊക്കെ ഉണ്ട്. അന്ന് ഞാൻ വർക്ക് ചെയ്യുന്നത് ചാലക്കുടി സ്റ്റുഡിയോയിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ നിന്ന് ഞാൻ സ്റ്റുഡിയോയിൽ നുണ പറഞ്ഞിട്ട് സംഭവം ചേച്ചിനെ കാണാനും മണിച്ചേട്ടനെ കാണാനും എനിക്കൊരു പാട്ടിന് അവസരത്തിന് വേണ്ടിയിട്ട് ചെന്നു. പക്ഷേ അന്നത്തെ തിരക്കുകളും കാര്യങ്ങളും കാരണം അതിന് സാധിച്ചില്ല. പക്ഷെ ഞാൻ പിടിവിട്ടില്ല. വിക്രമാദിത്യൻ്റെ പിന്നാലെ വേതാളം കൂടിയ പോലെ ആ ചേച്ചിയുടെ പിന്നാലെ കൂടി അങ്ങനെ അവിടെ ഇവിടെയൊക്കെ വെച്ച് കണ്ടു. പിന്നെ അത് എൻ്റെ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലെ നമ്പർ കൊടുത്തുകൊണ്ട് അവിടെ നിന്നാണ് ഫസ്റ്റ് കോൺടാക്റ്റ് ആവുന്നത്. അങ്ങനെ പ്രസീതേച്ചിയും പ്രസീതയുടെ ഹസ്ബൻഡ് മനോജേട്ടനും കൂടിയാണ് എനിക്കൊരു ആദ്യ വേദി ഒരുക്കി തരുന്നത്. അന്നൊക്കെ ചാലക്കുടിയിൽ നിന്നും ഏരിയ വിട്ട് പുറത്തേക്ക് പോയിട്ടേ ഇല്ല. അത്യാവശ്യം ചെറിയ ചെറിയ കല്യാണ പരിപാടികൾക്കൊക്കെ പാടുന്നല്ലാതെ കൊണ്ട് അത്രയും ഒരു ലോങ്ങിൽ പോയി ഷോ ചെയ്തിട്ടുള്ള പരിചയം. ഒരുപാട് ഷോസ് ഒക്കെ ചെയ്യുന്നുണ്ടോ? അതെ, ഇപ്പൊ ചെയ്യുന്നുണ്ട്. ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഗ്രൂപ്പ് ഉണ്ടോ? ഇപ്പൊ ഞാൻ ഫ്രീലാൻഡായിട്ട് പോകുന്നത്. ഇപ്പൊ എൻ്റെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ മക്കസായി റം പം ഭോ. ആ പാട്ടുമായിട്ട് എം ജി സാറിന് ബന്ധമുണ്ട്. അപ്പോൾ അതാണ് ഞങ്ങൾ, അതൊരു രാശി നയമാണ് ഞങ്ങൾ. ഞാൻ നാദൃശ്യം കൂടെ പാടിയ പാട്ടാണ്. അതെ അതെ. കോവിഡിന്റെ സമയത്താണ് സത്യത്തിൽ ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് ഒരുപാട് വറീഡായ ദിവസങ്ങളുണ്ടായിരുന്നു. കാരണം വീട്ടിലെ കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. എന്തായാലും അതെല്ലാം ഒഴിഞ്ഞ് ഇപ്പം നമ്മള് നേരെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയി. അതെ അതെ അതെ, അങ്ങനെ പോട്ടെ. അതെ അതെ. സോ ബി കുഞ്ഞുട്ടൻ ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. 2000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. അതാണല്ലോ ഇതിന്റെ ഒരു അത് തല തിരിഞ്ഞാണ്. അപ്പൊ എന്തായാലും ഇവിടുത്തെ സമയവും അവസാനിച്ചു. ചിൽഡ്രൻ, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ നമ്മൾ ഡെസ്കിനും ബെഞ്ചിനും കണ്ടോടത്തൊക്കെ കൈ കസാര എവിടെ ഉണ്ടെങ്കിലും എവിടെയെങ്കിലൊക്കെ ഇട്ടിങ്ങനെ കുട്ടിക്കൊണ്ട് പാട്ട് പാടിക്കൊണ്ടിരിക്കും. അപ്പോൾ ചിലപ്പോൾ ആ ഒരു ഉള്ളിലത്തെ ഇതായിരിക്കാം. വീട്ടിൽ ഇന്ന് തരക്കേടില്ലാതെ ഓർക്കസ്ട്രേഷൻ സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ട്. ശരി, കീബോർഡ് ചെയ്യുന്നുണ്ട്. ഒരു പ്രോഗ്രാമറാണ്. അതെ, ശരി. കുഞ്ചിക്കളിക്കണ കുഞ്ഞാവേ നിനക്കിങ്കു കുറുക്കി തരാട്ടോ, പല്ലില്ല വായില് വെള്ളമൊലിപ്പിച്ച് പഞ്ചാര പുഞ്ചിരിയ കുറുമ്പൻ പഞ്ചാര പുഞ്ചിരിയ. ഞാൻ പഠിച്ചേട്ടൻ്റെ ഒരു ആശാനുണ്ട്. ആശാൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രായമുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ കാണാനായിട്ട് പോയി കഴിഞ്ഞപ്പോൾ അവിടെ വെച്ചിട്ട് ഞാൻ അന്ന് സ്റ്റുഡിയോയിൽ നിന്ന് വർക്ക് കഴിഞ്ഞിട്ട് ഞാൻ മണിച്ചേട്ടനെ കാണാൻ വേണ്ടിയിട്ട് ചെന്ന് കഴിഞ്ഞ്, മണിച്ചേട്ടാ ഞാൻ ഷെയ്ക്കിൻ്റെ വന്നു കഴിഞ്ഞപ്പോൾ പിണ്ണാക്ക് വേറെ എണ്ണ വേറെ എന്നുള്ള രീതിയിലായിപ്പോയി. എനിക്കിതിട്ട് ഊരാനും പറ്റണില്ല.